വെൽക്കം 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 വെൽക്കം. അപ്പോ പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ട് പ്രീമിയർ ലീഗിൽ ഒരു കംഫർട്ടബിൾ 2-0 വിന്ന് കഴിഞ്ഞു. റയൽ മെഡ്രിഡിനെ തോപ്പിച്ചു. ഒരുപാട് പേര് എസ്പെഷ്യലി റയൽ ഫാൻസിന്റെയും മറ്റ് പ്രീമിയർ ലീഗ് ക്ലബ്സിന്റെ ഫാൻസും ഭയങ്കര ഉദ്വേഗതയോടെ കണ്ടൊരു മാച്ച് ആയിരുന്നു. ബാക്ക് എന്നൊക്കെ പറയാൻ പറ്റും. എന്നാലും ഈ വീക്കെൻഡിലെ മാച്ച് കഴിഞ്ഞ് നമുക്ക് അഹങ്കരിക്കാം. എനിവേ, വണ്ടർഫുൾ റിസൾട്ട്, ക്ലീൻ ഷീറ്റ്, എന്താ പറയാ, ഐ തിങ്ക് ആ ഒരു സ്വാഗ് നമുക്ക് തിരിച്ചു കിട്ടി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് എല്ലാരും ഹാപ്പിയാണ്. നമ്മുടെ ഓബിൻ അതാ താടി പഠിച്ചിട്ടുണ്ട്, കുട്ടപ്പനായിട്ടുണ്ട്. ഗണേശൻ പുതിയ ലൈറ്റ് മേടിച്ചു, അതുകൊണ്ട് ഗണേശനെ വ്യക്തമായി കാണാം. ബാക്ക്ഗ്രൗണ്ട് മാറ്റി സുദീപ് തല ഷേവ് ചെയ്തു സ്ലോട്ടിന് ട്രിബ്യൂട്ട് ആയിട്ട്. അപ്പോ ഓൾ ഇൻ ഓൾ എവരിബഡി ബാക്ക് ആൻഡ് റണ്ണിങ്. എന്റെ ശബ്ദം തിരിച്ചു വന്നു, എന്റെ ശബ്ദം തിരിച്ചു വന്നു. എന്താണ് ഗണേശ, ഹാപ്പി അല്ലേ? പിന്നെ പിള്ളേരെ കാലം അത് കേട്ട് തോറ്റോണ്ട് അതാ ഗണേശന്റെ പിള്ളേരെന്ന് വെച്ചാൽ ഗണേശൻ ഒരു ടീച്ചറാണ്. അപ്പൊ ഗണേശന്റെ സ്റ്റുഡൻസ് ഒക്കെ മെഡ്രിഡ് ഫാൻസ് ആണെന്നാ പറയുന്നത്. അപ്പോ എന്താണ് അവസ്ഥ സ്കൂളിലെ അവസ്ഥ? മുമ്പ് തല കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നമ്മൾ തോൽക്കുന്ന ആ ഒരു സ്ട്രീക്കില്. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല, ധൈര്യത്തിൽ നെഞ്ചു വിരിച്ച് നടക്കാൻ പറ്റുന്നുണ്ട് പിള്ളേരുടെ മുന്നിൽ. അപ്പൊ അവരെല്ലാരും ചോദിച്ചു പോഡ്കാസ്റ്റ് എപ്പോഴാണ് ചോദിച്ചു. എന്നിട്ട് വേണം ആ പോഡ്കാസ്റ്റ് കാണാതിരിക്കാൻ വേണ്ടി എപ്പോഴാണ് റിലീസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാലത്ത് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നാണ് റിലീസ് ചെയ്യുന്നത്, ഇന്ന് രാത്രി റിലീസ് ചെയ്യുന്ന പറഞ്ഞു. ഞങ്ങൾ എന്തായാലും കാണില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്ലേയേഴ്സിനെയൊക്കെ ഞങ്ങൾ എന്തായാലും പ്രൈസ് ചെയ്ത് പറയും, അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കാണത്തെ അവര് കുറച്ചു പേര്. എന്തായാലും അവര് കാണും, നമ്മളോട് പറഞ്ഞില്ലെന്നുള്ളൂ, എന്തായാലും അവര് കാണും. അത് പറയാം ഞാൻ എത്രാമത്തെ മിനിറ്റിൽ എന്താ പറഞ്ഞെന്ന് പഠിച്ചോണ്ട് വരാൻ പറയാം. ഓബിൻ ഉണ്ടല്ലോ, ഓബിൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ ലൈനപ്പാണ് സ്ലോട്ട് ഇറക്കിയത്. ഓബിൻ എന്താണ് മാച്ചിന്റെ ഒരു റിവ്യൂ, ഒരു ഇത് പറഞ്ഞേ. പ്രഡിക്ഷൻസ് എല്ലാ വർഷവും സക്സസ് ആവാറില്ല. ഞാൻ യൂഷ്വലി പ്രഡിക്ട് ചെയ്യുന്നത് അധികവും എക്സ്പെഷ്യലി സ്കോർസ് നന്നാവാറില്ല. വെരി ഹാപ്പി വിത്ത് ദിസ്. ഒരു റീസൺ അതിൽ എന്താന്ന് വെച്ചാൽ there is a momentum that we are having. ഈ മെക്കാലിസ്റ്റർ ബാക്ക് ഇൻ ഫോം, അവിടെയാണ് നമ്മളുടെ എൻറ്റയർ ഗെയിം ഇവോൾവ് ആവുന്നത്. സോ ഇത്രയും കാലം മെക്കാലിസ്റ്റർ ഇല്ലാണ്ട് നിൽക്കുമ്പോൾ സപ്പോസ് എനിവേസ് he will be there everywhere. ഇന്നലെയും കണ്ടു. അതിന്റെ മുന്നിൽ ഒരു വേർഡ്സ് എന്നൊരാളും കൂടി വരികയാണെങ്കിൽ there is no cover whatsoever. ആ വേർഡ്സിനെ കുറ്റം പറയാൻ പറ്റില്ല. he's a technical player. ആ ടെക്നിക്കൽ പ്ലെയറിനോട് പിടിച്ചിട്ട് സപ്പോസ് ഓടുന്ന പോലെ ഓടണം എന്ന് പറഞ്ഞാൽ he will run. സ്റ്റാറ്റ്സ് നമ്മൾ കാണുന്നുണ്ട്, he's running, but that's a different type of running. So ആ മെക്കാലിസ്റ്റർ ബാക്ക് and മെക്കാലിസ്റ്റർ ബാക്ക് on form, now we can take chances. Gravies, McAllister, they are there, നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് between them. Szoboszlai can be anywhere at any point of time. നമ്മൾ പഴയ കഴിഞ്ഞ പോഡ്കാസ്റ്റ് ഒക്കെ പറഞ്ഞ പോലെ ഒരു ജെറാഡ് വൈബാണ്. നോട്ട് അപ് ടു ദാറ്റ് യെറ്റ്, ബട്ട് സ്റ്റിൽ ആ നമ്പർ 8 ഒരു പ്രൗഡി ഉണ്ട്. സോ വൺസ് ദാറ്റ് ഈസ് ഡൺ, അതുകൊണ്ട് വി ആർ ഗെറ്റിംഗ് സം കൈൻഡ് ഓഫ് ഫ്രീഡം. നമുക്ക് കളിക്കുന്ന പോലെ കളിക്കാം. ആ ഒരു മൊത്തത്തിലൊരു കോമ്പിനേഷൻ വന്ന പോലെ എവരിബഡി ആർ മോർ റിലാക്സ്ഡ്. ഈ ടാക്ടിക്സ് ഒക്കെ ഇത് സെക്കൻഡറി നൗ. ഫസ്റ്റ് തിങ് ഇറ്റ്സെൽഫ്, ഈ പ്ലേയേഴ്സിന് തന്നെ ഒരു റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, ഐ ക്യാൻ ഡു സംതിങ്. ഒരു ചെറിയൊരു ലീവേ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ പോലും ദർ ആർ പീപ്പിൾ ഹു ക്യാൻ കവർ. ഈവൻ ഇൻഫാക്ട് ആക്ച്വലി നമ്മുടെ ഫുൾ ബാക്സിലായാലും ബോത്ത് കെർക്കേഴ്സ് ആൻഡ് ഫ്രിംപോങ്, ദേ ആർ അറ്റാക്കിംഗ് പ്ലേയേഴ്സ്. വേർഡ്സ് ഇസ് ആൻ അറ്റാക്കിംഗ് പ്ലെയർ. എവരിബഡി അറ്റാക്കിംഗ് ഉള്ളതായിരുന്നു നമ്മൾ ആദ്യത്തെ ഇഷ്യൂ. അവരെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്ട് മാറ്റി വെച്ചിട്ട് അവര് നിൽക്കണം എന്നുള്ളത്. ബട്ട് വിത്ത് ആസ്റ്റൺ വില്ല ആൻഡ് വിത്ത് റയൽ, നാച്ചുറൽ ഇൻസ്റ്റിങ്ക്സോടെ കളിക്കാൻ പറ്റി എല്ലാവർക്കും. നമുക്ക് വൺ ബൈ വൺ. ആദ്യം സുദീപ് സ്ലോട്ടിനെ കുറിച്ച് നമ്മുടെ വേഴ്സ്റ്റ് റൺ, അതായത് 2 ആഴ്ച മുന്നേ, ഒരാഴ്ച മുന്നേ വരെ ഒരു ഇഷ്യൂ നമ്മൾ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ സുദീപ് വാസ് ബാക്കിംഗ് സ്ലോട്ട് ത്രൂ ആൻഡ് ത്രൂ. ആൻഡ് ഐ തിങ്ക് ഹി ഗോട്ട് ഇറ്റ് സ്പോട്ട് ഓൺ വേഴ്സസ് മെഡ്രിഡ്. ആ മിഡ് ബ്ലോക്ക് കളിക്കാൻ പാടില്ല, ലോ ബ്ലോക്ക് കളിച്ചാൽ മതി, അല്ലെങ്കിൽ ഹൈ പ്രസ്. എംബാപ്പെ, വിനീഷ്യസ്, ആർഡ ക്യൂലർ,
ജൂഡ് ബെല്ലിംഗം ഇവരൊക്കെ കളിച്ചു എന്നേ തോന്നിയില്ല, അല്ലെ സുദീപ്? അതെ, ഡെഫിനറ്റ്ലി. അതാണ് ഓരോ ടീമിനും എതിരെ എങ്ങനെയാണോ കളിക്കേണ്ടത് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. അതാണ് സ്ലോട്ടിന്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി. ഒപ്പോസിഷൻ അനുസരിച്ച് ആ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യും. ആ പ്ലാൻ ചെയ്യുക മാത്രമല്ല, ആ പ്ലാൻ കൃത്യമായിട്ട് നമ്മുടെ പ്ലേയേഴ്സിനെ പറഞ്ഞ് വളരെ സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാക്കിച്ചിട്ട് അവരെന്നെ ഇന്റർപ്രറ്റ് ചെയ്യണം. ഇപ്പൊ പറഞ്ഞല്ലോ, ലോ ബ്ലോക്ക് മിഡ് ബ്ലോക്ക് നിൽക്കരുത്, ഹൈ പ്രസ് ചെയ്യണം. അപ്പൊ പ്ലേയേഴ്സിനെ തീരുമാനിക്കണേ എപ്പോഴാണ് അതിലേക്ക് മാറണ്ടേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ സ്ലോട്ടിന്റെ ഒരു മാനേജ്മെന്റിന്റെ ഒരു വേറൊരു ക്വാളിറ്റിയാണ് അത്. അപ്പൊ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതില് ഓരോ ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ട് നോക്കാം. ഐ തിങ്ക് ഡിഫൻസ് ബ്രാഡ്ലി വാസ്, I don't know, his best game for us after last Royal game probably. ഒരു പോക്കറ്റിൽ എംബാപ്പെ, ഇപ്പോ മറ്റേ പോക്കറ്റിൽ വിനീഷ്യസ്. അപ്പോ റോബോ ബാക്ക് സോളിഡ്, കൊണാട്ടെ mind blowing, is back to his best എന്ന് പറയാം. I think with every player back to their best technically means that the system is working, അല്ലേ ഗണേശ? സംഭവം ഞാൻ മുമ്പത്തെ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ പ്ലേയേഴ്സ് തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ആരെവിടെയാണ് നിൽക്കുന്നത്, എങ്ങോട്ട് ഇട്ടാൽ ആർക്ക് പാസ് കിട്ടുന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. സെക്കൻഡ് ബോൾസ് പെർഫെക്റ്റ് ആയിട്ട് നമ്മളിപ്പോ വിൻ ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ മിഡ്ഫീൽഡും ഡിഫൻസും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് നല്ലോണം നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട്. അതായത് യു റൺ ഇഫ് യു ലൂസ് ദ ബോൾ യു റൺ ബിഹൈൻഡ് ദ ബോൾ, എവ്രി വൺ ഷുഡ് ബി ബിഹൈൻഡ് ദ ബോൾ. സോ നമ്മൾ മുമ്പത്തെ ഒരു ഇതില് മേ ബി ഡിഫൻഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യാതെ മേ ബി മിഡ്ഫീൽഡേഴ്സ് നോക്കി നിൽക്കുന്ന അവസ്ഥ വരുന്നുണ്ട്. ബിക്കോസ് യു കനോട്ട് ട്രാക്ക് ബാക്ക് ആൻഡ് റൺ. അപ്പോ ഈ സമയത്ത് എല്ലാവരും ഒരു ചേർന്നെടുത്ത ഒരു കളക്റ്റീവ് ഡിസിഷൻ ആണ്. എവ്രി വൺ ഷുഡ് കളക്റ്റീവ് ഡിഫെൻഡിങ് എന്നുള്ള ഒരു രീതിയിൽ പ്രസ്സിങ്ങും അതുപോലെ തന്നെ നടന്നു, അറ്റാക്കിംഗ് ഒഫൻസീവ് സൈഡും അതുപോലെ തന്നെ നടന്നു. എല്ലാവരുടെ വർക്ക് റേറ്റ് ആണ്, ഇൻഡിവിജ്വൽ വർക്ക് റേറ്റ് നമ്മൾ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. സോ ദേ ബാക്ക് ദ മാനേജർ ആക്ച്വലി, അത് അങ്ങനെ വേണം പറയാൻ. പ്രസിംഗിന്റെ കാര്യം ഒരു കാര്യം കൂടി ക്ലിയർ ചെയ്യണം. നമ്മള് 4-3-3 എല്ലാവരും 4-3-3 ആണ് കളിച്ചത് എന്നുള്ളത് അത് കഴിഞ്ഞ വർഷത്തെ. പക്ഷെ എനിക്ക് അങ്ങനെ അല്ല ഫീൽ ചെയ്തത്. കാരണം ചില സമയത്ത് റിയൽ മാഡ്രിഡ് സെൻട്രൽ ബാക്സ് ഫ്രണ്ടിലേക്ക് പാസ് ചെയ്യാൻ നമ്മൾ കൃത്യമായിട്ട് ഒരു ലൈൻ കാണാം അവിടെ. അതില് ഇവരുണ്ട്, സൊബോസ്ലൈയും വേർഡ്സും സെന്ററിലും അവരുണ്ട് അതില്. അതുപോലെ എക്കിറ്റേക്കുണ്ട്, സലയുണ്ട്. ഒരു ഫ്രണ്ട് ഫോർ പോലെ അവിടെ അങ്ങനെ നിൽക്കരുത്. അവർ ആ പാസിംഗ് ലൈനും ബ്ലോക്ക് ചെയ്തു മിഡിലുള്ള. ആക്ച്വലി ഞാൻ ഹീറ്റ് മാപ്പും ഇതും നോക്കുമ്പോ എക്കിറ്റിക്കെ അപ് ഫ്രണ്ടും റൈറ്റ് ബിഹൈൻഡ് എക്കിറ്റിക്കെ സൊബോസ്ലൈ വാസ് പ്ലേയിങ് ഇൻ ലാസ്റ്റ് സീസൺസ് ഫോർമേഷൻ. അതായത് സൊബോസ്ലൈ വാസ് ദ ഫസ്റ്റ് പ്രസ്, വേർഡ്സ് ആക്ച്വലി വാസ് ഡ്രോപ്പിംഗ് ഡൗൺ ടു മിഡ്ഫീൽഡ്. സോ ഇറ്റ് വാസ് കഴിഞ്ഞ സീസൺ ശരിക്കും നാരോയായിരുന്നു. പുള്ളി, if you think about it, he was almost playing where Coutinho used to play for us. ആണ് എന്ന് പറഞ്ഞാലും it was tucking inside the midfield. അപ്പോ ഗ്രേവി, മെക്കാലിസ്റ്റർ ആൻഡ് സൊബോസ്ലൈ മിഡ്ഫീൽഡ് ആയി. സോറി, ഗ്രേവി, മെക്കാലിസ്റ്റർ ആൻഡ് ഗ്രാവൻബർഗ് വേർഡ്സ് മെക്കാലിസ്റ്റർ ആൻഡ് ഗ്രാവൻബർഗ് മിഡ്ഫീൽഡ് ആയി മാറി. ഒരു 1-1 പോലെ ഫ്രണ്ടിൽ Szoboszlai was covering everybody, Ekitike and Salah had his whole right side to himself and Bradley was overlapping, underlapping and everything. Overall I think Aston Villa gameum ee gameum we were not technically playing exactly the same way. It was different actually. Different ആയിരുന്നു. സോ അതിൽ ഒരു ഡിഫറൻസ് ഒക്കെ പേഴ്സണൽ ഡിഫറൻസ് ഉണ്ട്. ഗാക്പോ വേഴ്സസ് വേർഡ്സ് വ്യത്യാസമുണ്ട്. അവർക്ക് അവരുടെ നാച്ചുറൽ വേ ഓഫ് പ്ലേയിങ്. Gakpo drift wide എന്ന് പറയുന്നില്ല, സ്റ്റാർട്ട്സ് വൈഡ് ആൻഡ് ഡ്രിഫ്റ്റ്സ് ഇൻസൈഡ്. വേർഡ്സിനാണെന്നുണ്ടെങ്കിൽ ഹി ഈസ് ഓൾ ഓവർ ദ പ്ലേസ്. പല സമയങ്ങളിലും ഹി വാസ് അറ്റ് റൈറ്റ്, സലന്റെ തൊട്ട് ബാക്കിലായിട്ടുണ്ടായിരുന്നു. ബട്ട് ആ സമയത്ത് എന്താ വെച്ചാൽ വി ഹാവ് നൗ പ്ലേയേഴ്സ് ഹു ക്യാൻ പ്ലേ ഡിഫറെന്റ് റോൾസ്. മെക്കാലിസ്റ്റർ ആയാലും സൊബോസ്ലൈ ആയാലും വേർഡ്സ് ആയാലും ദേ ക്യാൻ ഇന്റർചേഞ്ച്. സോ ഒരാൾ മാറുന്നു എന്ന് പറയുമ്പോൾ വേറൊരാൾക്ക് ആ സ്പേസ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് കോമ്പിനേഷൻ, that midfield combination between the four actually, Gravenberch adakam. Gravenberch is the deepest in paper, but at times he is going up and making sure that somebody else is dropping Szoboszlai, McAllister back into the angle. That makes the midfield four, Sudhir about the narrow midfield four, other unpredictable ആയി മാറുന്നുണ്ട്. Who is where?
That makes it bit stronger when everything is on song. അപ്പൊ താത്വികമായ അവലോകനം നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയിട്ട് നമുക്ക് ലെറ്റ്സ് ഗോ ഇൻ ടു ഫുൾ ഫാൻ മോഡ്. Bradley, nobody remembers whoever played right back for us, ആരോ കളിച്ചു കുറെ ഓർമ്മയൊന്നുമില്ല, ഇതും കണ്ടു കുറെ. അപ്പോ അയാളെ കുറിച്ച് നമ്മൾ പറഞ്ഞതേ ഇല്ല. Didn't make an impact, didn't start, whatever it is. I think Madrid fans didn't expect this. Madrid fans were very, very confident. Chile players, I think Saddam Hussein, Huisin, he was also very confident, and everybody were very confident. And I think 1-0 was it's a flattering result for Madrid. കാരണം കോർട്ടുവ ഇല്ലെങ്കിൽ it would have been 3-4-1, like it would have gone. Even ഒരു സ്റ്റാറ്റ് ആക്ച്വലി കണ്ടു 2022 ചാമ്പ്യൻസ് ലീഗ് മുതൽ കോർട്ടുവാന യൂസ് ചെയ്ത സ്റ്റാറ്റ് എടുത്താൽ 23-24% of his saves is against Liverpool. That's massive amount of number of saves that he made. Great goalkeeper, no denying that, but he was the man of the match. നമ്മളെന്താ പറയാ man of the match for them. Even that നമ്മളുടെ ഒരു കൂട്ടാണെന്നുണ്ടെങ്കിൽ he was the man of the match in total. ആ ലെവൽ പെർഫോമൻസ് ആയിരുന്നു from him. അവരുടെ പല സാധനങ്ങളും ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട് ഫോർ റയൽ. അത് റയലിന്റെ വർക്ക് ഔട്ട് ആവാത്തതിലും കൂടുതൽ വി മേഡ് ഷുവർ ദാറ്റ് ദേ കാന്റ് ഡു എനിത്തിങ്. ഇപ്പൊ വിനീഷ്യസ് ഒക്കെ ആണെങ്കിൽ യൂഷ്വലി ഹി റൺസ് അവേ വിത്ത് ഇറ്റ്. ബ്രാഡ്ലി ഈസ് ഓൺ 4 യെല്ലോ കാർഡ്. ഒരു യെല്ലോ കാർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഹി ഈസ് ഗോയിങ് ടു മിസ് ദ നെക്സ്റ്റ് ഗെയിം. അങ്ങനത്തെ കേസ് ഒക്കെ വരുമ്പോൾ യൂഷ്വലി ഡിഫൻഡർ ഗെറ്റ്സ് പാനിക്, ഒരിക്കലും സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. He showed absolutely no signs. I think we can talk about Mama as well. I think we when bad run-il everybody നമ്മളൊക്കെ അവൻ എക്സ്പോസ് ആവുമെന്ന് നോക്കി, ബട്ട് ആക്ച്വലി മാമ ഇസ് നോട്ട് എക്സ്പോസ്. നമ്മൾ കുറെ അയാളുടെ ഏറ്റവും വലിയ ഡൗട്ട് ആൾക്കാർക്ക് വാസ് ഹിസ് പാസിംഗ് ആൻഡ് ഹിസ് ഡിസ്ട്രിബ്യൂഷൻ. എനിക്കിതുവരെ മാമയുടെ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു പ്രോബ്ലം തോന്നിയിട്ടില്ല. And short stopping, he had only 2 saves to make, but he was very solid, and you could feel fully defend ചെയ്യുമ്പോ അല്ല നമ്മൾ ഡിഫൻസിന് പുള്ളി ഉണ്ടാവുമ്പോ ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന കാണാം. അതെ, മാമയുടെ നോക്കിയാൽ നമ്മള് ഈ പറഞ്ഞ പോലെ ആൾക്കാർ പറയുന്നത് വെച്ചാൽ ആദ്യം കുറെ കളികൾ കളിക്കാതിരുന്നല്ലോ, ബെഞ്ചിലൊക്കെ ആയിരുന്നു. ഒരു ഷാർപ്നെസിന്റെ പ്രശ്നമായിരുന്നു തുടക്കം ഉണ്ടായിരുന്നത്. കളിച്ചു തുടങ്ങിയപ്പോ അത് ഭയങ്കര വ്യത്യാസം വന്നു. പ്ലേയേഴ്സിന് ഏത് പ്ലേയേഴ്സിന് എവിടെയൊക്കെ പാസ് ചെയ്താലും കറക്റ്റ് ആവുക മനസ്സിലാവും. അതാണ് ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസം വന്നത്. ഡിസ്ട്രിബ്യൂഷനൊക്കെ ആദ്യത്തെ ഒരു ഇതൊന്നും ഇല്ല, ഹറീഡ്നെസ് ഇല്ല. അപ്പോ ഒക്കെ കുറച്ചും കൂടി പക്കയായി. അതുപോലെ ലോങ് ആയിട്ട് അടിക്കുന്നത് എന്തൊരു റേഞ്ച് അല്ലേ, അടിച്ചങ്ങ് അപ്പുറത്തൊരു അതാണ് ഒരു ഇത് ഉള്ളത്. ഒത്തിരി ഒന്ന് അതും ശരിയാവും. ലോങ്ങില് അടിക്കുന്ന ബോളും ഒക്കെ കറക്റ്റ് ആവും. അപ്പോ പിന്നെ സേവുകളും ഒബ്വിയസ്ലി അത് ഇമ്പ്രൂവ് ചെയ്തു. അതുപോലെ മാമ മാത്രല്ല, നമ്മുടെ ഡിഫൻസ് മൊത്തം പറയുമ്പോ കൊണാട്ടെ അതില് വലിയൊരു കിട്ടിയ ഈ കഴിഞ്ഞ 2 മാച്ചിൽ ക്ലീൻ ഷീറ്റ് വരുന്നതിൽ നല്ലൊരു റയലിന്റെ കോൺട്രാക്ടിന് വേണ്ടിയാണോ ഓഡിഷൻ? അങ്ങനെ പറയാം, പക്ഷെ അങ്ങനെയല്ല. വില്ലക്കെതിരെ ഈ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു വില്ല മാച്ചിലും. അപ്പോ കൊണാറ്റയുടെ ഒരു ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ ഡിഫൻസിനെ ശരിക്ക് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡിഫൻസ് മാത്രമല്ല, ബോൾ ക്യാരി ചെയ്യുക, ഹെഡേഴ്സ് വിൻ ചെയ്യുക, അതൊക്കെ നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതും അൺസങ് ഹീറോ ഉണ്ട് ആക്ച്വലി. ഒരു അൺസങ് ഹീറോ അൺസങ് ഹീറോ എന്ന് പറയാൻ പറ്റില്ല, ഈസ് വെൽ ഡെക്കറേറ്റഡ്. റോബർട്ട്സൺ വന്നതിന് ശേഷം വി ഹാവ് സ്റ്റെബിലിറ്റി വിച്ച് ഇസ് വെരി അൺലൈക്ക് ഓഫ് റോബർട്ട്സൺ എന്ന് പറയുന്നത് തന്നെ ഹി ഗാലപ്സ് ഫോർവേഡ്, ഹി ഈസ് ദാറ്റ് all engine, all move forward version. എന്നിട്ട് പോലും when Robo came in, that's when we got stabilized. ഞാനിത് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സീനിയർ പ്ലെയർ ഉള്ളത് നല്ലതാണ്. കാരണം ഹി പ്ലേസ് ഫോർ സ്കോട്ട്ലൻഡ്. സോ അവിടെ ആ സെന്റർ ബാക്ക് ഫിഗർ വരുന്നുണ്ട്. ഈവൻ ദോ ഹി പ്ലേസ് അറ്റ് വിങ് ബാക്ക് ആയിട്ട് കളിക്കുകയാണെങ്കിലും ബാക്കിയുള്ള പ്ലേയേഴ്സ് കയറി പോകുമ്പോൾ ഹി സെറ്റിൽസ് ആസ് എ സെന്റർ ബാക്ക് ഓവർ ദർ. സോ ആ ഒരു പൊസിഷനിങ് എന്തായാലും ഉണ്ടാവും. അതില്ലാതെ കേക്കസിന് ട്രാക്ക് ബാക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ്. സോ റോബർട്ട്സൺ അവിടെ തന്നെ ഉണ്ട്. ബ്രാഡ്ലി മേലെ കയറി പോകുമ്പോ റോബർട്ട്സൺ അവിടെ തന്നെ ഉണ്ട്, താഴെ ഉണ്ട്. ഈ പോയിന്റ് തന്നെയാണ് ഈ ഗണേശൻ ഈ പറഞ്ഞ റോബർട്ട്സിനെ കളിപ്പിക്കായിരുന്നു എന്ന പോയിന്റിൽ തന്നെ ഒരുപാട് ഫാൻസ് പറയുന്നുണ്ടായിരുന്നു. അതായത് എന്തുകൊണ്ട്
സ്ലോട്ട് നമ്മൾ ലാസ്റ്റ് പോഡ്കാസ്റ്റിലും പറഞ്ഞു, ഈ ടീം ആദ്യം തൊട്ടേ അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദിസ് നമ്മൾ എന്തുകൊണ്ട് കളിച്ചില്ല, ഇത്രയും പുതിയ പ്ലേയേഴ്സിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യണമായിരുന്നു. അതിൽ ആക്ച്വലി ഒരു റീസൺ എന്താന്ന് വെച്ചാൽ പണ്ട് മുതലേ എല്ലാവരും കളി നോക്കുമ്പോൾ പറയുന്ന റീസൺ ആണെങ്കിലും ഇഞ്ചുറീസ് റെസ്ട്രിക്റ്റഡ് ടു എൻ എക്സ്റ്റെന്റ്. സോ അപ്പൊ ഒരു സൈഡിൽ നിന്ന് ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ഇഞ്ചുറി ആവുന്നുണ്ട്. ഇപ്പൊ റോബർട്ട്സൺ ആൻഡ് കർക്കർ ബോത്ത് വർ നോട്ട് ഇഞ്ചേർഡ്, ബോത്ത് വർ ഫിറ്റ്. പക്ഷെ കർക്കർ സ്റ്റാർട്ടഡ്, വിച്ച് മീൻസ് ഒരു ഫെമിലിയാരിറ്റി എന്ന ടീമിന്റെ ഉള്ളിൽ വരണം. പക്ഷെ അതിന്റെ ഇടയിൽ വെൻ അതർ പീപ്പിൾ ആർ ഗെറ്റിംഗ് ഇഞ്ചേർഡ്, അപ്പം ഇതൊരു ടാക്ടിക്കൽ ചേഞ്ച് ആണെങ്കിൽ പോലും ദാറ്റ് മേക്സ് അഗൈൻ മോർ ചേഞ്ചസ്. രണ്ടാൾ ഇഞ്ചുറി ആയിട്ടും രണ്ടാളെ പുറത്താക്കുകയാണെങ്കിൽ ദാറ്റ് മേക്സ് 4 ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സ് ചേഞ്ച് ഫ്രം ദ ലാസ്റ്റ് ഗെയിം. ദാറ്റ് ആക്ച്വലി മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. നമുക്കിപ്പോ ഒരു എന്താ പറയാ, ഒരു ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡ് എന്ന് പറയാൻ വി പ്രോബബ്ലി മൈറ്റ് ഹാവ് ഹാഡ് ഇൻ 2 games ഇൻ എൻറ്റയർ സീസൺ നൗ. നമ്മൾ 14-15 കളി കളിച്ച് മൊത്തത്തിൽ എല്ലാ കോമ്പറ്റീഷൻ കൂടിയിട്ട് 2 കളിയിലും വി മൈറ്റ് ഹാവ് ഹാവ് ദ എൻറ്റയർ ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡ് who is fit and can be there. Frimpong It's very unlike the slot, alle. Yeah, Slot in a team very unlike slot, yes. But usually he gets a pre-season is set to കഴിഞ്ഞിട്ട് then he makes sure that injured player is not forced back in. ഈ സീസണിൽ അതിന് മാത്രമുള്ള ഒരു ഓപ്ഷൻ കിട്ടില്ല. ഈവൻ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു ഇസാക്ക് is not fit but we had to play him. എക്കിറ്റിക്ക് റെഡ് കാർഡ് ആയാലും അല്ലാതെ വേറെ എന്ത് ഇഷ്യൂസ് ആണെങ്കിലും he had to play Isak more than what he anticipated. He had to play McAllister more than what he wanted. Frimpong തന്നെ വരുന്നു പോകുന്നു എന്ന് പറയാൻ കാരണം വെച്ചാൽ because Bradley himself is injured. Frimpong is also injured with hamstring. വേറെ വഴിയില്ല. അതുകൊണ്ടാണ് പല സമയത്തും ഡൊമിനിക് സോബോസ്ലൈ became a right back. നമുക്ക് വേർഡ്സിനെ കുറിച്ച്, അതായത് I think this was his best game for Liverpool. I think he was magnificent. He covered the ground. He created chances and സല ഒന്ന് തലയുർത്തി 2 പാസ് കൊടുത്തിരുന്നെങ്കിൽ പാവത്തിൽ 2 ഗോളെങ്കിലും കിട്ടുമായിരുന്നു. അപ്പോ I think all in all it was a very mature performance and it should have been more goals. 2-0 3-0 ഒക്കെ ആവുമായിരുന്നു. Anything to add about the game? Anything? Ekitike I think needs to again ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ്ലി കളിക്കുന്നുണ്ടായിരിക്കും. പുള്ളി ഇടയ്ക്ക് ഒന്ന് സോൺ ഔട്ട് ആവുന്നുണ്ട്, കളിയിൽ ആദ്യം പുറത്തേക്ക് പോകുന്നുണ്ട്. എന്തെങ്കിലും ആർക്കിനെ ആഡ് ചെയ്യാനുണ്ടോ? ഓർ വി ക്യാൻ മൂവ് ഓൺ ടു എക്കിറ്റിക്കിന്റെ കേസിൽ he himself said അഡ്ജസ്റ്റ് ആവുന്നുണ്ട് ലീഗുമായിട്ട്. ദ ഫിസിക്കാലിറ്റി ഓഫ് ലീഗ്, ആ ഒരു സ്ട്രെയിൻ എടുക്കാൻ പറ്റുന്നില്ല 90 minutes. പിന്നെ അല്ല 3 കളി കഴിയുമ്പോൾ പിന്നെയും കളിക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ബീങ് ഏബിൾ ടു ഡു ദാറ്റ്. ഒരു കാര്യം സ്ലോട്ട് പറഞ്ഞു പോസ്റ്റ് മാച്ചിലെ, ഇപ്പൊ നമ്മൾ ഗ്രേവി വന്നു കഴിഞ്ഞപ്പോ ജർമ്മൻ ലീഗിൽ നിന്ന് വന്നു, കുറച്ച് സമയം എടുത്തു ആ ഫിസിക്കൽ ഇതിലായിട്ട്. അതുപോലെ തന്നെയാണ് വേർഡ്സിന്റെ അതാണ് 3 ദിവസം കൂടുമ്പോ കളിപ്പിക്കാത്ത അതാണെന്ന് പറഞ്ഞു. ഇത് തന്നെ ഫ്രിംപോങ് അത് എക്കിറ്റിക്കൊക്കെ അവിടെ നിന്ന് തന്നെ വരുന്നേ. അപ്പൊ അതിന് ഒരു സമയം എന്തായാലും വേണ്ടി വരും ഒന്ന് അഡ്ജസ്റ്റ് ആയി വരാം ഈ ഫിസിക്കാലിറ്റി ഒക്കെ ആയിട്ട്. എന്തായാലും ശരിയാവും. നമ്മള് എത്ര പോയിന്റ്സ് 11 പോയിന്റ്സ് എന്തോ ആയി. അപ്പം ഐ തിങ്ക് ക്വാളിഫിക്കേഷൻ ഇൻ നെക്സ്റ്റ് റൗണ്ട് ഇസ് ഓൾമോസ്റ്റ് വി ആർ ഓൾമോസ്റ്റ് ദേർ നൗ. ഇനി നമുക്ക് കാരാബാഗ ഉള്ളത്. then we have Marseille I think and we have PSV. Inter illa PSV next year നമുക്ക് മെഡൽ കിട്ടൂല. I think we need to look at as a whole. I think we've passed that storm. Fans ഒക്കെ ഭയങ്കര അസ്വസ്ഥരായിരുന്നു, ഭയങ്കര ഒരു നെഗറ്റീവ് മെന്റാലിറ്റി ഉണ്ടായിരുന്നു, പോസിറ്റീവായ ഫാൻസ് ഉണ്ടായിരുന്നു കുറച്ച്. പക്ഷെ ഓവറോൾ ആ ഒരു ഡാർക്ക് ഗ്ലൂമി സാധനം മാറി തോന്നുന്നു അല്ലെ? അതോ സിറ്റി ഗെയിം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ? അതെ, അല്ല അതില് ഞാൻ മനസ്സിലാക്കണെന്ന് വെച്ചാൽ നമ്മള് ഈ ആ ഒരു പീരീഡ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു ഒരുപാട് ഫാൻസിന് കണ്ടിന്യൂസ് ആയിട്ട് വിഷയം. അപ്പം നമ്മള് പിന്നെ ആലോചിക്കണം നമ്മള് എന്താണ് നമ്മളത് ഫുട്ബോൾ ഫാൻ ആവാൻ, അല്ലെങ്കിൽ ഒരു ക്ലബിന്റെ ഫാൻ ആവാൻ നമ്മള് ഫുട്ബോളിൽ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ. പക്ഷെ നമ്മള് ഒക്കെ ഇരിക്കുന്നത് ഇപ്പൊ നമ്മള് ലിവർപൂളിലല്ല ജീവിക്കണേ, അല്ലെങ്കിൽ മാഞ്ചസ്റ്ററിലല്ല,
അതുപോലെ ലണ്ടനിലല്ല, അല്ലെങ്കിൽ ബ്രസീലിലല്ല, അർജന്റീനയല്ല, ഇവിടെ ഒന്നല്ല. നമ്മൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്താണ് ജീവിക്കണേ. പക്ഷെ നമ്മുടെ ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ടാണ്. നമ്മൾക്ക് അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ആ സൈഡിൽ നിന്ന് എന്ത് വരുന്നു അങ്ങനെയല്ല, നമുക്ക് അൺകണ്ടീഷണൽ ആണ്. നമുക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ അത്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ജയിക്കുമ്പോൾ ഭയങ്കര സന്തോഷം വരും, ശരിയാണ്. പക്ഷെ തോക്കുമ്പോ മൂഡ് ഭയങ്കര പ്രശ്നമാവും. നമ്മൾ ആകെ ലൈഫ് ഇങ്ങനെ അങ്ങനെ തോന്നും. പക്ഷെ അത് നമ്മള് ലൈഫിനെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നത് ഈ പ്ലേയേഴ്സിനെ ഭയങ്കരമായിട്ട് നമ്മള് മോശമായി സംസാരിക്കുക, അല്ലെങ്കിൽ മാനേജറെ മോശമായിട്ട് സംസാരിക്കുക, ഇതൊക്കെ നമുക്ക് കൂടുതൽ നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. കാരണം നമ്മുടെ അൺകണ്ടീഷണൽ ആണ് നമ്മുടെ സപ്പോർട്ട്. നമുക്കറിയാം, നമുക്ക് എല്ലാ കളിയും ജയിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുക. പ്രീമിയർ ലീഗ് 38 കളിയും ജയിക്കുന്നതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അത് നമ്മൾ ഫാൻ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എല്ലാ ട്രോഫിയും ജയിക്കും. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മൾ ഇടയ്ക്ക് തോക്കും. നമ്മൾ ചിലപ്പോൾ 2-3 കളിയൊക്കെ ഒരുമിച്ച് തോക്കും. പക്ഷെ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഭയങ്കര ഒരു ജീവിതം തന്നെ മടുക്കുന്ന രീതിയിലേക്ക് ഇത് അഫക്ട് ചെയ്യാണ്ട് നമ്മൾ നോക്കുക. ഞാൻ അങ്ങനെയാണ് പ്രോസസ് ചെയ്യാറ്. നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ഫുട്ബോൾ എൻജോയ് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്ലബിനെ എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതാണ് എനിക്ക് തോന്നണേ. അപ്പൊ ഞാൻ പറയാ, നിങ്ങള് പ്ലേയേഴ്സോ മാനേജേഴ്സോ ഒക്കെ മിസ്റ്റേക്സ് വരുത്തും. അവർ ഹ്യൂമൻസ് ആണ്. അപ്പൊ അത് നമ്മളെ ബാധിക്കാതെ നമ്മള് അടുത്ത മാച്ച്, നെക്സ്റ്റ് മാച്ച് ഇസ് ഓൾവേസ് ബെസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ 90 മിനിറ്റ്സ് നമ്മുടെ ടീമിന്റെ കളി കാണാനുള്ള ഒരു അതാണ് നമ്മൾ ഫാൻ. അതൊക്കെയാണ് നമ്മൾ ഫാൻ ആക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു മെന്റാലിറ്റിയിലൂടെ ഫുട്ബോൾ കണ്ടു തുടങ്ങിയാൽ ഇത് ഭയങ്കര വ്യത്യാസം വരും. നമ്മളെ അങ്ങനെ അഫക്ട് ചെയ്ത് ഒരു പ്രശ്നമായി മാറുന്നത് ഫുട്ബോൾ എന്നുള്ളത്. അതെനിക്ക് പറയാനുള്ളത്. ക്ലോപ്പ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്യായിരുന്നു. സുദീപിന്റെ ആ ഒരു ഇമോഷണൽ ഔട്ട്ബ്രേക്കിന് ശേഷം വേറൊരു ഇമോഷണൽ സീൻ, ഹക്കീമിസ് ഇഞ്ചുറി. ഐ തിങ്ക് ഇറ്റ് വാസ് വെരി ബാഡ്. ഇറ്റ്സ് വെരി സാഡ് ടു സീ, അല്ലേ? ചെറിയ ഇഞ്ചുറി എന്നാ പറഞ്ഞത്. ഇപ്പോ സീനാവും ഉറപ്പാണ്. And he was on the peak of his game, like fully pull back ആയിട്ട്. He was like sad result, but at the same time Bayern Munich, man, what is company? എന്താണ് അടിപ്പിച്ച് 16 കളി അത് ജയിച്ചു. Everybody were trolling them. Burnley നടത്തു കൊണ്ടുപോയതിന്. And now Bayern look like the team in Europe. ഡിയാസിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. കാരണം വെച്ചാൽ ആ രണ്ട് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് രണ്ടിലും പൗൺസ് ചെയ്തിട്ടാണ് ഗോൾ അടിച്ചത്. മറ്റു കളിയൊക്കെ ബാലൻസ്ഡ് ഗെയിം ആയിരുന്നു. അങ്ങനെ ഡോമിനേറ്റിംഗ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. പി എസ് ജി കുറെ പൊസിഷൻ ഡോമിനേറ്റ് ചെയ്തു. ബയൺ അതുപോലെ തന്നെ മാച്ച് ചെയ്തു. പക്ഷെ രണ്ട് സില്ലി മിസ്റ്റേക്ക്, അതായത് മാർക്കിനോസിന്റെ ഒരു ടേണിൽ ബോൾ എവിടെയാണെന്ന് കണ്ടില്ല. ആ സമയത്ത് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഡിയാസ് മുന്നിലുണ്ട്. മേ ബി അത് ആ ഒരു പ്രസ്സിങ് ഇത് നമ്മുടെ കളിയിൽ നിന്ന് ഇവിടുന്ന് ആ ഒരു ടാക്ടിക്സ് കഴിഞ്ഞ് വന്നതാണല്ലോ. അപ്പോ ആ ഒരു പ്രസ്സിങ് ഇൻസ്റ്റിക്ട് അപ്പോഴും ഉണ്ട് ആൾക്ക്. സോ ആളുടെ ബ്രില്യൻസ്, ഇൻഡിവിജ്വൽ ബ്രില്യൻസ് വേണമെന്ന് പറയണം. അതാണ് ഡിഫറൻസ്. 2 ഗോൾ ഉള്ള ഡിഫറൻസ് അതാണ് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ. ബയൺ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി പ്രീമിയർ ലീഗ് ഫാൻസ് വുഡ് പ്രോബബ്ലി റിലേറ്റ് ടു ഇറ്റ്. ടോട്ടനമിൽ സൺ ആൻഡ് കെയ്ൻ ഹാഡ് ദാറ്റ് റിലേഷൻഷിപ്പ്, റൈറ്റ്? Kane can go forward, can drop, and he now has somebody who understands that. Diaz കളിച്ചതും he didn't play with a proper 9 in Liverpool. Darwin ഉള്ള സമയത്താണെന്നുണ്ടെങ്കിലും അതിന് മുന്നേ ആണെന്നുണ്ടെങ്കിലും he is not that traditional number 9. So he knows how the movements are. So our combo is actually doing very well in Bayern. സോണിന്റെ ഗോൾ കുറിച്ച് പറഞ്ഞപ്പോഴായിരിക്കും പെട്ടെന്ന് VDVയുടെ ഗോള് എന്തൊരു ഗോളായിരുന്നു. ഓടിപ്പോയി. അത് എന്തൊരു സ്പീഡും ഇതൊക്കെ. And Tottenham are doing better in Europe. Tottenham and Newcastle. Newcastle actually കിടിലമാണ് യൂറോപ്പില്. They are 5th or 4th in the table. പ്രീമിയർ ലീഗ് വരുമ്പോൾ അവർക്ക് പറ്റുന്നില്ല. I think the game of the weekend actually was Barca and Club Brugge. Funny game. എത്ര ഗോള്, 6 ഗോള്, പെനാൽറ്റി, വാർ, അത് ഇത് അവസരം 3-3 തീർന്നു. ഇറ്റ് വാസ് എ വെരി വെരി ഗുഡ് ഗെയിം. എനിത്തിങ് നമ്മള് നത്തിങ് അല്ലേ. നമുക്ക് ചെൽസി ഡ്രൂ വിത്ത് കരബാഗ്. ചെൽസിയുടെ കാര്യം നമുക്കറിയാം. ചെൽസി തോറ്റിരിക്കായിരുന്നു. അപ്പൊ ഞാൻ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് അയച്ചു, ചെൽസി ട്രെയിനിങ് ആണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അപ്പൊ അവര് ഗോളടിച്ച്
ഡ്രോ ആക്കി. സോറി ബാഴ്സ ഓൾമോസ്റ്റ് 4-2 ഒക്കെ തോക്കാവുന്നതാ. പിന്നെ വേറെ വന്നു. It was a very എന്താ പറയാ ഒരു ആവറേജ് ചാമ്പ്യൻസ് ലീഗ് മാച്ചസ് ആയിരുന്നു പൊതുവെ. It was like Madrid game was there, PSG game was there. Other than that, Arsenal easily കളി ജയിച്ചു. അതിനെക്കുറിച്ച് നമുക്കിനി വിൽ കം ടു പ്രീമിയർ ലീഗ് അല്ലേ. പ്രീമിയർ ലീഗ് മാഞ്ചസ്റ്റർ സിറ്റി 2 ടൈറ്റിൽ ചാലഞ്ചേഴ്സ്. ഗണേഷ, സിറ്റിയുടെ കളി 4-0 ജയിച്ചു സിറ്റി. എന്താണ് സിറ്റിയുടെ അവസ്ഥ? 4-1. സിറ്റിയുടെ അവസ്ഥ ഹാലൻഡ് വൺ മാൻ ഷോ തന്നെയാണ്. അതിന്റെ കൂട്ടത്തില് ഇപ്പൊ ഫോർഡൻ ബാക്ക് ഇൻ ഫോം. ആക്ച്വലി ഞാൻ ആകെയുള്ള ഡിഫറൻസ് ലാസ്റ്റ് സീസണിലുള്ള ഡിഫറൻസ് പറയാനുള്ളത് ഹാലൻഡ് ഇസ് മോർ ഇൻവോൾവ് ഇൻ ദ ഗെയിം. അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. മുമ്പ് നമുക്ക് അറിയാം, യു ഗോ ഇൻസൈഡ് ദ പെനാൾട്ടി ബോക്സ് ഓർ ക്രോസ് ഇൻ, Haaland will definitely bully the defenders and score, or give him a through ball, isolating along with the defender. Defender ആയിട്ട് ഉള്ളൊരു ആ ഫിസിക്കാലിറ്റിയെ മാച്ച് ചെയ്തിട്ട് ആ ബോൾ എടുത്ത് ഗോൾ അടിക്കുന്ന രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ സീസൺ മൊത്തം കണ്ടത്. പക്ഷെ ഈ സീസൺ ഹി ഈസ് ദെയർ ഇൻ ബിൽഡപ്പ് പ്ലേസ്, ഹി ഈസ് ക്രിയേറ്റിംഗ് എ ലോട്ട്. അതൊരു ഡിഫറൻസ് ആണ്. അതിന്റെ ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, വി യൂസ് ന്യൂനസ് ലൈക്ക് ദാറ്റ് ഓൺലി. ന്യൂനസ് കുറെ ബിൽഡപ്പിലും ട്രാൻസിഷനിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പോ ന്യൂനസിനെ കോച്ച് ചെയ്തത് പെപ് ലൈൻഡേഴ്സും ക്ലോപ്പും ആയിരുന്നു. സോ ആ ഒരു എഫക്ട് അവിടെ നമ്മൾ എന്താ പറഞ്ഞു വെച്ചാൽ, ന്യൂനസ് ഫിനിഷ് മാത്രം ചെയ്തിട്ടില്ല, ഫിനിഷിംഗ് ആയിരുന്നു ഇഷ്യൂ, നോട്ട് അബൌട്ട് ദ ക്രിയേറ്റിവിറ്റി. അപ്പോൾ ആ ക്രിയേറ്റിവിറ്റി സൈഡും ഫിനിഷിംഗ് സൈഡും ഹാലൻഡിന് ഉണ്ടെങ്കിൽ അപ്പൊ സിറ്റി എത്രമാത്രം സെറ്റിൽഡ് ആണ് അറ്റാക്കിംഗ് വൈസിൽ, അത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. സോ അതായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. ഹീസ് ക്രിയേറ്റിംഗ് എ ലോട്ട്, ഹീസ് ഇൻവോൾവ് ഇൻ മോർ ബിൽഡപ്പ് പ്ലേസ്. ഹാലൻഡിന്റെ റോൾ ആകെ മൊത്തം മാറിയിട്ടുണ്ട്. അതിന്റെ മെയിൻ റീസൺ നമ്മുടെ പെപ്പിൻ ലിൻഡേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ക്ലോപ്പിന്റെ അതുപോലെ ക്ലോപ്പ് ബുവാച്ച് പോയ സമയത്ത് ആകെ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത് ലിൻഡേഴ്സ് വന്നിട്ടാണ് ആ ടോൾ സ്റ്റൈൽ അങ്ങോട്ട് മാറി കളിയുടെ. അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ സീസണിൽ ഗാഡിയാള ആകെ പ്രശ്നമായിട്ട് നിൽക്കായിരുന്നു, കുറെ കളികൾ നോക്കിയാൽ നമുക്ക് പ്രശ്നം. ഇപ്പൊ ലിൻഡേഴ്സ് വന്നു, അവിടെ വീണ്ടും ഒരു ഉണർവുണ്ടായി. ഒരു എഫക്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ലിൻഡേഴ്സിന്റെ. ടെൻഷൻ ഇല്ലായിരിക്കും കളിയില്. In a way, yes, actually, I do for a fact. നമ്മളിപ്പോ സിറ്റി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 3 കളി അവര് വില്ലായിട്ട് തോറ്റു. അതിന് കഴിഞ്ഞ കളി ജയിച്ചാലും they considered in the last 4 games, I believe, or 5 games in a row, which is very unlike City. പക്ഷെ അത് ഒരു കോമൺ ഫാക്ടർ എന്താ വെച്ചാൽ റോഡ്രി didn't start any of those, and he's back now. So നമ്മളും പറയാറുണ്ട് സിറ്റി is a one man team right now. Haaland scores, they win something. Haaland doesn't score, they lose, kind of thing. But avardeയും if he gets that defensive stability from Rodri is not the same Rodri right now. Injury it's there, but it's not back yet. But he's still miles above anybody else in the team. അവര് നീക്കോ ഗോൺസാലസിനെ വെച്ച് ട്രൈ ചെയ്ത് നോക്കി, റൈൻഡേഴ്സിനെ വെച്ച് ട്രൈ ചെയ്ത് നോക്കി. at that position they are just a random player, അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു 11 എണ്ണത്തിൽ എണ്ണം തയ്ക്കാൻ വേണ്ടി. നമ്മുടെ ലൈനപ്പ് എന്തായിരിക്കും? സെയിം ഓർ ഗാക്പോ കംസ് ബാക്ക്? Gakpo should come back, considering Wirtz. I don't think he'll be able to run 2 games in a row. Kalipichalum, that energy will get lost. So there's a chance that Gakpo starts instead of Wirtz. The rest, I don't think it should change. But same issue, same fear I have with Robertson as well. Can he run 3 games in a row? What about I wouldn't change. He would play because he didn't play കഴിഞ്ഞ കളിയും he didn't complete it. He was taken off for the same reason. എനിക്കുള്ളത് ആ കാര്യങ്ങള് അറിയില്ല. എനിക്കുള്ളത് റോബർട്സിന് 3 മാച്ച് അടുപ്പിച്ച് അങ്ങനെ കളിക്കാൻ പറ്റുന്ന എനിക്ക് ഡൗട്ട് ഉണ്ട്. കേർക്കസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഞാൻ കണ്ടു ലെഫ്റ്റ് ബാക്കിൽ. പക്ഷെ ഇപ്പോ സ്റ്റൈൽ വീണ്ടും അങ്ങനെ ആയതുകൊണ്ട് ഫുൾ ബാക്സ് ഒരു കൺവെൻഷണൽ സ്റ്റൈലിലേക്ക് വന്ന കാരണം അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല നേരത്തെ പോലെ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നു. റോബർട്ട്സന് പകരം കേർക്കസ് വരും. അപ്പുറത്ത് ബ്രാഡ്ലി തന്നെയാണ്, മറ്റേ ഇഞ്ചേർഡ് ആണല്ലോ ഫ്രണ്ട് കോം, വേറെ ചാൻസ് ഇല്ല അവിടെ.
സോ ബോസ്ലെ ഇനി അവിടെ കളിപ്പിക്കില്ല, മിഡ്ഫീൽഡിൽ തന്നെ കളിപ്പിക്കുള്ളൂ. പിന്നെ നമുക്ക് ഒരു വേറൊരു നല്ല ന്യൂസ് എന്ന് പറഞ്ഞാൽ കേർട്ടിസ് ഇഞ്ചറി കഴിഞ്ഞ് തിരിച്ചെത്തി. കഴിഞ്ഞ മാച്ച് കുറച്ചു നേരം കളിച്ചു. ഇത്തവണ ഇവരിപ്പോ ഹൈ ഇന്റൻസിറ്റി മാച്ച് ഇപ്പൊ കളിച്ചത് മിഡ്ഫീൽഡില്, സോബോസ്ലെ ആയാലും മെക്കലിസ്റ്റർ ആയാലും. അപ്പോ ആർക്കെങ്കിലും ഒരാൾക്ക് വരും, എന്തായാലും കേർട്ടിസും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരും. അത് നല്ല ഒരു ഇതാണ്. നമ്മുടെ ബെസ്റ്റ് മിഡ്ഫീൽഡിന്റെ വേൾഡ് ഈ ഒരു 5 പേരും കൂടിയിട്ടാണ്. അപ്പൊ അത് എന്തായാലും ഇസാക്ക് ഇന്റർനാഷണൽ കഴിഞ്ഞിട്ട് ഉണ്ടാവും തോന്നുന്നു അല്ലെ. ബെഞ്ചിൽ ഉണ്ടെങ്കിൽ പുള്ളി സ്വീഡന് കളിക്കുമായിരിക്കും. ബട്ട് സ്വീഡൻ മാനേജർ ലുക്സ് ലൈക്ക് ഹി ഈസ് ആക്ച്വലി വില്ലിംഗ് ടു ഹെൽപ്പ് ലിവർപൂൾ ഇൻ എ വേ. കാരണം സ്വീഡന്റെ ക്വാളിഫിക്കേഷൻ ദയനീയമാണെന്ന് തോന്നുന്നു. കാരണം അവര് ലാസ്റ്റ് ഇന്റർനാഷണൽ ബ്രേക്ക് 2 തോറ്റു. അപ്പോ അത് ഗ്രഹാം പോട്ടർ പറഞ്ഞിട്ടായിരുന്നു, ഇഫ് ഹി പ്ലേസ് അഗൈൻസ്റ്റ് സിറ്റി ഇറ്റ് വിൽ ബി ഗുഡ് എന്ന് പറഞ്ഞു. കാരണം ആ ഒരു മാച്ച് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ട്രെയിനിങ് ഗ്രൗണ്ടിൽ വരുന്നത് ഇറ്റ് മേക്സ് ഡിഫറൻസ് ആക്ച്വലി. സോ കളിക്കാതെ വരുന്നത് കളിച്ചിട്ട് വരുന്നത്. പ്രഡിക്ഷൻ ഞാൻ പറയുന്നത്, നമ്മൾ ഈ എനർജിയോടെയാണ് എത്തിഹാഡിൽ പോണെങ്കിൽ, അതായത് വിത്ത് ദ സെയിം amount of energy, with the same game plan, we might get a positive result. Definitely. ഉറപ്പാണ്. I am predicting 1-2 Liverpool. Oh, nice. Yes. Because they are all afraid. അതാണ് റീസൺ. എല്ലാവരും പേടിച്ചു ലിവർപൂൾ ആർ ബാക്ക് എന്ന് പറഞ്ഞു. ഗ്വാർഡിയോൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഗ്വാർഡിയോള അല്ല, ഗ്വാർഡിയോൾ. Liverpool are back. We have the only positive that they are coming to Etihad. എങ്ങനെയാണ് പറഞ്ഞത്? So they are actually worried about our performance. That means we are like last year's Liverpool. Like ആ ഒരു ബേസിസിലാണ് നമ്മൾ കഴിഞ്ഞ 2 മാച്ചസും കളിച്ചത്. സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. Villa to Madrid 1-2 is my prediction. As a fan, I would definitely say 1-2. We winning. ഈ ഒരു momentum വെച്ച് we should be winning. എനിക്ക് ഇപ്പോഴും ഉള്ള ഒരു സ്ലൈഡ് ഡൗട്ട് ഈസ് ദാറ്റ് കഴിഞ്ഞ 2 കളിയും വി ഡിഡ്ന്റ് കൺസീഡ്. നമ്മൾ ഈ ഫസ്റ്റ് കൺസീഡ് ചെയ്താൽ ഹൗ മച്ച് ക്യാൻ വി റിയാക്ട്, റെസ്പോണ്ട്, ആ ഒരു ഇതുണ്ട്. സോ ഇഫ് സിറ്റി സ്കോർസ് ഫസ്റ്റ് then probably there's a teeny bit chance that we might drop, but with the way we are playing, and hopefully we score the first one, we should actually win this 1-2. നമ്മള് ജയിക്കും. മാത്രല്ല നമ്മള് ഈ ഡിഫൻസ് ഇതുപോലെ തന്നെ നമ്മൾ കൺസീഡ് ചെയ്യാൻ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു 0-2 സ്കോറിന് നമ്മൾ ജയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. നമ്മുടെ ഡിഫൻസ്. My heart says 1-2 but my brain says 2-2. അതിനൊരു കൺഫ്യൂഷൻ ആണ്. I don't know, but regardless I think this match is very important for Arsenal also അല്ലെ. ഇതിൽ നിന്ന് ആരാണ് ടൈറ്റിൽ ചാലഞ്ചേഴ്സ്, അല്ലെങ്കിൽ ഡ്രോ വുഡ് ബി എ ഗ്രേറ്റ് റിസൾട്ട് ഫോർ ദം. ഈവൻ എനി വൺ ടീം ലൂസിംഗ് വിൽ ബി എ ഗ്രേറ്റ് റിസൾട്ട് ഫോർ ദം, ബിക്കോസ് അവരൊന്ന് ഡ്രോപ്പ് ഔട്ട് ആയി. ലിവർപൂൾ ലൂസ്, വി വിൽ ബി 10 points off. Expecting they are winning against Sunderland, we'll go to that. Or City തോറ്റു കഴിഞ്ഞാൽ there will be 9 points off. So it's a very critical game, last game before the international break. Let's see. ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ്. ഒരു ആ ഇന്റർനാഷണൽ ബ്രേക്കിനുള്ള ആ ഒരു കൺക്ലൂഷൻ അടിപൊളിയായിട്ടാണ് എൻഡ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ആക്ച്വലി സേ ലിവർപൂൾ ആർ ബാക്ക്. അതെ, ഒരു വീക്കില് ആസ്റ്റൺ വില്ല, മാഡ്രിഡ്, സിറ്റി ഇഫ് യു ബീറ്റ്, then technically ഇനി കോൺഫിഡൻസ് ഇഷ്യൂ വരേണ്ട കാര്യമില്ല. We will go to other matches. നമ്മളിപ്പോ മാസനിലെ കാര്യം പറഞ്ഞു. Sunderland versus, I think this game is probably the trickiest game for Arsenal in the last 1 month. I know they won everything, but this is probably the most difficult game. Xhaka coming back, so not coming back, Xhaka against Arsenal away. Sunderland are a tough team to beat. They don't എന്താ പറയാ, അവര് അത്ര relentless. They keep going. Even if they are concede, they'll keep going. So എന്താ തോന്നുന്നത് റോബിൻ? അത് എനിക്ക് തോന്നുന്നത് സ്റ്റാർട്ടിങ് നമ്മുടെ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഫിക്സ്ചർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറയാം ഇത് വാക്ക് ഓവർ ആണ് ആർസണൽ.
പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, കളിയൊക്കെ മാറി. സന്ദർലൻഡിന്റെ ഈ പറഞ്ഞ കാര്യങ്ങള് അവര് മാത്രമല്ല, അവര് സെറ്റ് പീസിലും നല്ലതാണ്, നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തും. അവര് ഒരുപാട് ഗോളൊന്നും കൺസീഡ് ചെയ്തിട്ടില്ല. അവര് നല്ല ഡിഫൻസ് ആണ് അവരുടെ. അപ്പോ തോക്കും ഞാൻ പറയുന്നില്ല, ബട്ട് there is a chance Arsenal may drop points. അല്ല, അത് പറയുന്നതിൽ കാര്യമുണ്ട്. ആർസണലിന്റെ മെയിൻ ഔട്ട്പുട്ട് വന്നു സെറ്റ് പീസ് ഗോൾസ് ആണ്. പ്രസിഡന്റ് പറഞ്ഞ പോലെ സെറ്റ് പീസ് ഡിഫെൻഡിങ്ങില് സണ്ടർലൻഡ് ബെസ്റ്റ് ആണ്. ആക്ച്വലി ദേ ഹാവ് ദ ഗുഡ് ഡിഫൻഡേഴ്സ്, ദേ ഹാവ് ദ ഗുഡ് ഫിസിക്കാലിറ്റി. എക്സാമ്പിൾ ബല്ലാർഡ്, സോ ഗുഡ് ഇൻ ദി എയർ, ആൻഡ് ദ കീപ്പർ ഓൾസോ. സോ സെറ്റ് പീസിൽ ഗോൾ അടിക്കാൻ പരമാവധി അവര് അത് ബ്ലോക്ക് ചെയ്യും, ഉറപ്പാണ്. അതേ സമയം തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട്. Usually Arsenal are great at set piece, right? There is a high chance that Arsenal have to be very vigilant on set piece defending as well. Because Sunderland can score with the same set piece. എനിക്ക് ആർസണൽ ജയിക്കുന്നതന്നെ എനിക്ക് ഫീൽ ചെയ്യണത്. ആർട്ടേറ്റന്റെ ഒരു എങ്ങനെയും ജയിക്കും അവര്. ഇപ്പൊ അവരുടെ ഫോം വെച്ചിട്ടേ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ കഥ മാറും. പക്ഷെ ഇപ്പോഴത്തെ ഒരു മൊമെന്റ് one more thing we have to consider is Arsenal flew to Prague midweek, so travel കിട്ടിയിട്ടുണ്ട് അവർക്ക്. So technically they're playing Praha, then they came back, now they're again traveling to Sunderland, to Newcastle ആണ്. So it's like a lot of travel, lot of എന്താ പറയാ, I don't know, I'm getting a good feeling about this. Arsenal fans, I don't know how confident you are. Maybe നിങ്ങൾ കോൺഫിഡൻസ് ആയിരിക്കും, നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ. എന്താ പ്രഡിക്ഷൻ, എന്താ ഗണേഷ് എന്താ പറയുന്നത് ഈ ഗെയിം? I think it will be they will drop points, might be a draw. Score not a goal, not a nil draw, maybe 1-1 or 2-2. Abhinav, I actually go for a nil draw. I don't think both people will defend it. I mean, both people will so much defend it that there will be a gap in middle. And I feel that is going to happen because space as they get the space, right, when they defend against, then they play against their opponents. Our space കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. With I don't think any player in Sunderland, any 11 player including goalkeeper will say that okay, this is a big team, let's sit back എന്നുള്ളത്. അവർ ഓടും. അത് ആരായാലും ചേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. themselves are in a momentum. ഓക്കെ, അപ്പോ എല്ലാരും ശുഭപ്രതീക്ഷയിലാണ്. We'll move on to the next good game of എനിക്ക് ഈ കളി ഭയങ്കര എന്റർടൈനിങ് ഗെയിം ആയിരിക്കും. Spurs versus United. Away ആണ് യുണൈറ്റഡിന്. I think Spurs are going to beat United in this game. ചാൻസ് ഉണ്ട്. അത് നല്ല I'm going for 4-2. ഹൈ സ്കോറിംഗ് ഗെയിം അല്ലേ? സാധ്യതയുണ്ട്. മാത്രമല്ല വേറൊരു ഇൻട്രസ്റ്റിംഗ് ഉണ്ട്, എംബർമെ യുണൈറ്റഡിൽ പോകുന്നതിന് മുമ്പ് സ്പേഴ്സിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞു നിന്ന് ആ സമയത്താണ് പെട്ടെന്ന് യുണൈറ്റഡ് റാഞ്ചി കൊണ്ടുപോയത്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ മാച്ചിലെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ VDVയുടെ ഫോം വളരെ രസമുള്ള മാച്ച് ആയിരിക്കും. ഫോർമർ മാനേജർ അതും പറയണം അല്ലേ? Prediction Spurs going to win, definitely. Spurs going to win. My prediction is 3-1 to Spurs. Okay. United has to win this. United will win this. Tottenham, which Tottenham will play, we never know, right? Tottenham last PL game, I think they won. Chelsea. Chelsea they lost it, right? Oh, അപ്പൊ ഈ കളി ജയിക്കാൻ ചാൻസ് ഉണ്ട്. ട്രജക്ടറി വെച്ചിട്ട് ചിലപ്പോൾ കളി ജയിക്കുമായിരിക്കും. ഒരു ഹൈ സ്കോറിംഗ് ഡ്രോ, ഒരു 2-2 അല്ലെങ്കിൽ 3-3 അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, what about Chelsea Wolves new manager വന്നോ? മാനേജർ ഇല്ലല്ലോ. ഇല്ല ഒഫീഷ്യൽ ആയിട്ടില്ല. മാനേജർ ലെസ് against Chelsea Karabakh was a draw, so Chelsea ജയിക്കും. 5-0 I'm going for Chelsea. സാധ്യതയുണ്ട്. ചാൻസ് ഉണ്ട്. ഗോൾ അടിക്കുമെന്ന് അറിയില്ല,
ബട്ട് ചെൽസി 5 ഒക്കെ ഡൗട്ടാണ്. 2-3 പ്രഡിക്ഷൻ പറ നോക്കട്ടെ. ഒരു 3-0 ചെൽസി. 3-0 സെയിം 3-0. ഞാൻ പോകുന്നു 4-0 ചെൽസി. ഓക്കെ 4-0. ആർക്കെങ്കിലും FPL ചെൽസിനെ അറ്റാക്കേഴ്സിന് ഇടാണെങ്കിൽ ഇട്ടോളൂ. ഇപ്പൊ തന്നെ ഇട്ടോ. ആര് കളിക്കുന്ന അറിഞ്ഞൂടാ. ഗർണാച്ചോ കളിക്കോ, മാർഗിയോ കളിക്കോ, പിന്നെ ജാവ് പെഡ്രോ ക്യാപ്റ്റൻ ആയിക്കോളൂ എല്ലാരും. എല്ലാവരും കളഞ്ഞു, ടീമിൽ നിന്ന് എടുത്ത് കളഞ്ഞു. എന്തായാലും ഓടിക്കും. പിന്നെ വേറെ കുറെ മാച്ചസ് ഉണ്ട്. ഐ തിങ്ക് ബ്രെൻഫോർഡ് ന്യൂകാസൽ വിൽ ബി എ ഗുഡ് ഗെയിം. ഐ തിങ്ക് Newcastle really need a win in the Premier League. Premier League form is extremely bad. അവര് ഒന്ന് സെറ്റിൽ ചാമ്പ്യൻസ് ലീഗ് they're doing well, but Premier League extremely bad. Brentford away നമ്മൾ അറിഞ്ഞതാണ്. It's not an easy game and I'm expecting a good game. Palace Brighton will be a good game for neutral. ഗോർഡൻ ഇഞ്ചറി ആയി, അതൊരു അടിയാണ് അവർക്ക്. ഗോർഡൻ ന്യൂകാസലിന്റെ ചാമ്പ്യൻസ് ലീഗിന്റെ ഇടയില് നല്ല മാച്ച് ആയിരിക്കും, അത് കാണണം. വില്ല ബോൺമൗത്ത് ഉണ്ട്. വില്ല ഓൾസോ അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഐ തിങ്ക് സോ ബോൺമൗത്ത് ആർ ഓൾസോ. ബോൺമൗത്ത് ലാസ്റ്റ് വീക്കെൻഡ് തോറ്റില്ലേ? സിറ്റിയുടെ കൂടെ 3-1. So they need to. I think we covered almost all the games. വേറെ ഏതെങ്കിലും ഗെയിം ഉണ്ടോ പറയാൻ? ഗെയിമില്ല, വേറൊരു ഇൻസിഡന്റ് ഉണ്ടായി. നമ്മുടെ അയാക്സിന്റെ ഹെഡ് കോച്ച് ആയിട്ട് we'll come to that. Milan derby, Milan derby is there this weekend, and in Serie A it's a very good game. I think Milan are looking good this season. നമ്മുടെ ഇടയ്ക്ക് മാച്ച് കാണാനുണ്ട്. ലാസ്റ്റ് ഗെയിം ആണ് നമ്മുടെ ഗെയിം കഴിഞ്ഞിട്ട്, അപ്പൊ കാണേണ്ടവർക്ക് ഇരുന്ന് കാണാം. ഫുട്ബോളില്ല, ഒന്നുമില്ല, ഇരിക്കുകയാണ്. അപ്പോ ആ മാച്ച് കാണാവുന്നതാണ്. അതെ സുദീപ് പറ. നമ്മുടെ അല്ല പറഞ്ഞത്രേ ഉള്ളൂ. നമ്മുടെ ഹെയ്റ്റിംഗ പുതിയ മാനേജറായിട്ട് ഒരു സ്ഥലത്ത് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞ അങ്ങനെ പോയി. പക്ഷെ അവിടെ അങ്ങോട്ട് ഗതി പിടിച്ചില്ല, അങ്ങോട്ട് പോകുന്നു. പെട്ടെന്ന് സാക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നു. റിസൾട്ട്സ് ഒക്കെ മോശമായിരുന്നു. ഇതുപോലെ തന്നെ പെപ്പിൻ ലിൻഡേഴ്സ് ഇതുപോലെ ഇത് കഴിഞ്ഞ് പോയിട്ട് അവിടെ അങ്ങോട്ട് സക്സസ് ആയില്ല. അല്ല ഇപ്പൊ ഇനി അന്ന് പെപ്പിൻ സാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ തിരിച്ച് നമ്മുടെ അതിലേക്ക് വന്നു ക്ലബിലേക്ക്. ഇനിയിപ്പോ സ്ലോട്ട് പറയോ പ്ലീസ് കം ബാക്ക് എന്ന് പറഞ്ഞ തിരിച്ചൊന്ന് വരാൻ പറയോ സ്ലോട്ട് ഹെയ്റ്റിംഗോട്? പിന്നെ നമ്മുടെ 2 പ്ലേയേഴ്സ് ആണ് പോയിട്ടുണ്ടായിരുന്നു ഹെയ്റ്റിംഗയുടെ കൂടെ, യാരോസും മക്കോണലും. മിക്കവാറും മക്കോണല് മറ്റേ ജനുവരിയിൽ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഒക്കെ കാണുന്നുണ്ട്. യാരോസ് തിരിച്ചു വരണ്ടാവില്ല, ഗോളി അവിടെ എന്തായാലും കളിക്കും. മക്കോണല് ചിലപ്പോ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത കാണാനുണ്ട്. നോക്കാം എന്തുണ്ടാവും നോക്കാം. എല്ലാ കാര്യങ്ങളും കവർ ചെയ്തുണ്ടാവുമായിരിക്കും. എന്നെ ഒരാള് മിലാൻ ഡർബി വീക്കെൻഡ് അല്ല എന്ന് പറയുന്നു. അല്ലേ? ഞാൻ നോക്കി അല്ല, ഈ വീക്കെൻഡ് അല്ല, അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യണതിന് പകരം അതിലിന്റെ അടുത്ത് ചോദിച്ചാൽ മതിയായിരുന്നു. അതിലിന്റെ അറിയാത്ത മാച്ചില്ല. ഞാനങ്ങനെ ശരിയാ. സോറി എല്ലാരും, അത് മിയാ കൽപ്പ റോങ് ആണ്. മിലാൻ ഡർബി വീക്കെൻഡ് അല്ല, അതുകൊണ്ട് ആ സെഗ്മെന്റ്. ഓക്കെ, എനിവേസ് എനിത്തിങ് എൽസ് ടു ഡിസ്കസ്? നത്തിങ് എൽസ് അല്ലേ? നമ്മള് ഗുഡ് നോട്ട് ആണ്. ജയിച്ച അധികം പറയാനുണ്ടാവില്ല. ഇപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പ്സിലും വലിയ ആക്റ്റീവ് അല്ല, എല്ലാരും കളി കഴിഞ്ഞ ഉടനെ കുറച്ച് ഒരു എക്സൈറ്റ്മെന്റും കുറെ കമന്റ്സും ഉണ്ടാവും. പക്ഷെ തോറ്റു കഴിഞ്ഞാൽ ചർച്ചയോട് ചർച്ച. ചിലര് ഗ്രൂപ്പ് ക്വിറ്റ് ചെയ്യുന്നു, ചിലര് ഗ്രൂപ്പിൽ നിന്ന് പോകുന്നു വരുന്നു. ജയിച്ചപ്പോ അത് ക്വിറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് ഇപ്പൊ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. ഈ എനർജിയോടെ എല്ലാ കളിയും കളിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. വേറെ സാധനം വന്നിട്ടുണ്ടായിരുന്നു. അതായത് സ്ലോട്ട് ക്ലോപ്പിന് സിസ്റ്റത്തിലേക്ക് തിരിച്ചു പോയി. സ്ലോട്ട് വിളിച്ചു എന്നാ തോന്നണ. ക്ലോപ്പ് സ്ലോട്ടിനെ വിളിച്ചു എന്ന് തോന്നുന്നു. സ്ലോട്ട് 2 തവണ തോപ്പിച്ചു മെഡലിനെ. നമ്മള് ഇനി മുമ്പ് ഒന്നുകൂടി ഒരു തവണ തോപ്പിച്ചിരുന്നെങ്കിൽ ഒരു ചാമ്പ്യൻസ് ലീഗ് കൂടെ ഇരുന്നേ വീട്ടില്. എനിവേ
ഒരു സോർട്ട് ഓഫ് യുനോ ഫെയറി ടെയിൽ. നമ്മൾ റെക്സന്റെ ചാമ്പ്യൻഷിപ്പ് കാണുന്ന ലോ ടിയർ കാണുന്നവർക്ക് കേട്ട് ശീലുണ്ടാവുമായിരിക്കും. റെക്സം ദേ ആർ വിന്നിങ്. അപ്പൊ അതൊരു ഗുഡ് ഫീൽ ഗുഡ് സ്റ്റോറി പോലെ നമുക്ക് ലാസ്റ്റ് ഇയർ ഇപ്സ്വിച്ച് ക്വാളിഫൈ ആയ പോലെ സിമിലർ സ്റ്റോറീസ് ഹാപ്പനിങ് ഇൻ സ്കോട്ടിഷ് പ്രീമിയർ ലീഗ്. സെൽറ്റിക് റേഞ്ചേഴ്സ് എന്ന് രണ്ട് യുനോ ബിഗ് ക്ലബ്സ് ഇൻ സ്കോട്ടിഷ് ലീഗ്. They are being around 9 points up front എങ്ങാനാണ് ഇപ്പൊ ഹാർട്സ്. എന്തോ 30-40 വർഷമായി തോന്നുന്നു ലാസ്റ്റ് ഒരു ടീം. അത് അലക്സ് ഫെർഗ്യൂസൺ മറ്റേ എബർഡീന്റെ കൂടെ ജയിച്ചതാണ് ലാസ്റ്റ് അല്ലേ? I mean, even Hearts, I don't think they have won a league in what 20, 25, 30 years, maybe 25 years probably. They have a very good chance. Hopefully, they complete that season. Brendan Rodgers left, no, Celtic. Yeah. നമ്മുടെ ആൻജ് തിരിച്ചു പോകുന്നു പറയുന്നുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ ഹൗ മച്ച്. പിന്നെ ജെറാഡ് റേഞ്ചേഴ്സിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. ലോട്ട്സ് ഓഫ് തിങ്സ് ഹാപ്പനിങ്. ഇറ്റ്സ് എന്താ പറയാ, ഇറ്റ്സ് എ ഗുഡ് തിങ് അല്ലേ? ഒരേ ടീം ജയിക്കുന്നതിനാണ് സംതിങ് ഡിഫറെന്റ്. എനിത്തിങ് എൽസ് ടു ആഡ്? നമ്മൾ ഇനിയും ഐ തിങ്ക് വിൽ ഡു ദ ഷോ ഓൺ സൺഡേ അല്ലേ? ആഫ്റ്റർ ദ ഗെയിം വിൽ ഡു. Then we have a two-week break. We are actually planning to do some special during our break. So if they have any suggestions about what should we do, a special podcast, preview onnulla, ennenkil topics undengil comment il idam. As usual, Sudeepa, you can close. We are positive. അല്ല ഞാൻ തന്നെ ക്ലോസ് ചെയ്യണല്ലേ? അതെ, അല്ല നമ്മള് നല്ലൊരു മൂഡിലാണ്. നമ്മൾ പറയും മാഡ്രിഡിനെ 5 തവണയൊക്കെ നമ്മൾ തോറ്റു കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ സീസണിൽ ജയിച്ചു, ഈ സീസണിൽ ജയിച്ചു, അങ്ങനെ നല്ലൊരു പോസിറ്റീവ് ഒരു ഫീലിംഗിലായി. ഗണേഷിന് നാളെ പിള്ളേരെ കാണണം, ശരിയാണ്, മാഡ്രിഡ് ഫാൻസ് ആയിട്ടുള്ള പിള്ളേരെ. അങ്ങനെ നമ്മൾ അതിന്ന് സിറ്റി മാച്ചിലേക്ക് പോവാണ്. സിറ്റി മാച്ചിലും ഈ ഒരു പ്രതീക്ഷ, ഈ ഒരു ഇതില് നമ്മള് ആ മാച്ച് കാണാൻ നമ്മൾ പ്രതീക്ഷയോടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ആ മാച്ച് നല്ല രസമുള്ള മാച്ച് ആയിരിക്കും. അപ്പൊ എല്ലാവരും ആ മാച്ച് എൻജോയ് ചെയ്യുക. അതുപോലെ നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കമന്റ്സ് ആയിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യണം, അത് നമ്മളോട് ഡിസ്കസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഓക്കെ, ലെറ്റ്സ് ഹോപ്പ് ഫോർ എ വിൻ അല്ലേ? അതായത് പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ട് ഐ തിങ്ക് സോ ഫാർ മൈ ഹൈലൈറ്റ് ഹാസ് ബീൻ സുദീപിന്റെ മറ്റേ ഹൗ ടു ബി എ ഫാൻ, ഇമോഷണൽ. തീർച്ചയായും സൺഡേ നൈറ്റ് കാണാം. അതുവരെ യു വിൽ നെവർ വാക്ക് അലോൺ. Hello.